മൂവാറ്റുപുഴ നിർമ്മല കോളേജിന് പിന്നാലെ മൂവാറ്റുപുഴ പൈങ്ങോട്ടൂർ സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുസ്ലിം വിദ്യാർത്ഥിനികൾക്ക് എല്ലാ ദിവസവും ക്ലാസ് റൂമിൽ നിസ്കരിക്കണമെന്ന ആവശ്യമുന്നയിച്ച് അനാവശ്യ വിവാദമുണ്ടാക്കാൻ ശ്രമം. സ്കൂളിലെ ക്ലാസ് മുറിയിൽ 2 വിദ്യാർത്ഥിനികൾ നിസ്കാരം ആരംഭിച്ചതോടെയാണ് പ്രശ്നങ്ങളുടെ തുടക്കം. എന്നാൽ ക്ലാസ് മുറിയിലെ നിസ്കാരം അനുവദിക്കാത്തതിനെ തുടർന്ന് സ്കൂളിലെ ഒരു വിദ്യാർത്ഥിനിയുടെ പിതാവാണ് സ്കൂളിൽ എല്ലാ ദിവസവും നിസ്കരിക്കാൻ സൗകര്യമൊരുക്കണമെന്ന ആവശ്യവുമായി സ്കൂൾ മാനേജ്മെന്റിനെ സമീപിച്ചത്. എന്നാൽ അത്തരമൊരു ആവശ്യം അംഗീകരിക്കാനാവില്ലെന്നറിയിച്ച സ്കൂൾ മാനേജ്മെന്റ് വെള്ളിയാഴ്ചകളിൽ മാതാപിതാക്കളുടെ ഉത്തരവാദിത്വത്തിൽ സ്കൂൾ കോമ്പൗണ്ടിന് പുറത്തുപോയി നിസ്കരിക്കാനുള്ള അനുവാദം കുട്ടികൾക്ക് നൽകി. എന്നാൽ വെള്ളിയാഴ്ചകളിൽ മാത്രം പോരാ, എല്ലാ ദിവസവും അതേ അനുവാദം ലഭിക്കണമെന്ന ആവശ്യത്തിൽ ഉറച്ചുനിൽക്കുകയായിരുന്നു കുട്ടിയുടെ രക്ഷിതാവ്. സ്കൂൾ മാനേജ്മെന്റിനെ സമ്മർദ്ദത്തിലാക്കി ആവശ്യത്തിന്മേൽ മുന്നോട്ട് തന്നെ പോകും എന്നാണ് പിതാവിന്റെ വെല്ലുവിളി. ക്രൈസ്തവ മാനേജ്മെന്റ് സ്ഥാപനങ്ങളിൽ അനാവശ്യ വിവാദങ്ങളുണ്ടാക്കി സ്ഥാപനത്തിന്റെ സൽപ്പേരിനെയും അതുവഴി സമുദായത്തിലെ മറ്റു വിദ്യാർത്ഥികളെ സ്ഥാപനങ്ങളിൽ നിന്നും പുറത്തുചാടിക്കാനുള്ള ഗൂഢശ്രമങ്ങൾ ഒളിഞ്ഞും തെളിഞ്ഞും നടക്കുന്നതിനിടെയാണ് ഈ സംഭവവും അരങ്ങേറിയത്. സ്കൂളിന് പൂർണ്ണ പിന്തുണ അറിയിച്ചുകൊണ്ട് രൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ പയസ് മലേക്കണ്ടത്തിൽ, കത്തോലിക്ക കോൺഗ്രസ് കോതമംഗലം രൂപത പ്രസിഡന്റ് സണ്ണി കടൂത്താഴെ, ഗ്ലോബൽ ജനറൽ സെക്രട്ടറി ഡോക്ടർ ജോസുകുട്ടി ഒഴികയിൽ, രൂപത ട്രഷറർ അഡ്വക്കേറ്റ് തമ്പി പിട്ടാപ്പിള്ളിൽ, ബേബിച്ചൻ നിതീരി ഉൾപ്പെടെയുള്ള കത്തോലിക്ക കോൺഗ്രസ് നേതാക്കൾ സ്കൂളിലെത്തി പ്രിൻസിപ്പൽ സിസ്റ്റർ ദീപ്തി, ഇടവക വികാരി റവറൻ ജെയിംസ് വരാരപ്പള്ളി, റവറൻ ഫാദർ ജേക്കബ് റാത്തപ്പള്ളി എന്നിവരുമായി ചർച്ച നടത്തി. ഷെക്കേന ന്യൂസ്, കൊച്ചി.